ഇന്ത്യൻ പതാകയെ നിരന്തരം അപമാനിക്കുകയും 50ഓളം വിദ്യാലയങ്ങളിൽ ഇന്ത്യൻ പതാക കത്തിക്കുകയും ഒക്കെ ചെയ്ത ബംഗ്ലാദേശിന് വലിയ ഒരു പണി നൽകിയിരിക്കുകയാണ്. ബംഗാളിലെയും ആസാമിലെയും ത്രിപുരയിലെയും അടക്കമുള്ള വ്യാപാരികൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർ, ചെറിയ ക്ലിനിക്കുകൾ, കൺസൾട്ടിംഗ് സ്ഥാപനം നടത്തുന്നവരെല്ലാം തന്നെ. കാരണം ബംഗ്ലാദേശികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഇടങ്ങളാണ് ബംഗാളും ത്രിപുരയും ആസാമും ഒക്കെ. ഇവിടങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ മുമ്പിലൊക്കെ ഇപ്പോൾ ഒരു ബോർഡ് വന്നിരിക്കുന്നു. അവിടെ ഒരു ഇന്ത്യൻ പതാകയും സ്ഥാപിച്ചിരിക്കുന്നു. അതിൽ ഈ കടയിലെ നിങ്ങൾക്ക് ആവശ്യത്തിന് വരികയാണെങ്കിൽ, ഈ കടയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ഡോക്ടറെ കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇന്ത്യൻ പതാകയെ വന്ദിക്കുക, അതിനുശേഷം അകത്തേക്ക് കയറിയാൽ മതി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സിലിഗുരി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർ ശേഖർ ബത്തോപ്പയാണ് ഇങ്ങനത്തെ ഒരു നീക്കത്തിന് തുടക്കം കുറിച്ച്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെ മുൻപിലാണ് ഒരു ദേശീയ പതാക സ്ഥാപിക്കുകയും അവിടെ ഒരു ബോർഡ്, ബംഗ്ലാദേശികൾ ഇന്ത്യൻ പതാക വന്ദിച്ചതിന് ശേഷം മാത്രം അകത്ത് കയറുക, ഇല്ല എങ്കിൽ കയറണ്ട എന്ന്. ഇത് അവിടുത്തെ ചെറുകിട വൻകിട വ്യാപാരികൾ ഏറ്റുപിടിച്ചതോടുകൂടി ബംഗാളിന് പിന്നാലെ ആസാമിലും ഒപ്പം തന്നെ ത്രിപുരയിലുമൊക്കെ ഇത് വ്യാപകമായിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ പതാകയുടെ അനാദരവ് കാണിക്കുന്ന ബംഗ്ലാദേശികൾ ഇനി ഇന്ത്യൻ പതാകയെ വന്ദിച്ചിട്ട് മതി ഞങ്ങളുടെ സഹായം തേടുക എന്നതാണ്. കാരണം ബംഗ്ലാദേശികളെ സംബന്ധിച്ച് അവരുടെ ആശുപത്രികൾക്കും ഇല്ലെങ്കിൽ രോഗത്തിനുമൊക്കെ ഏറ്റവും അവർ സമീപിക്കുന്നത് ഇന്ത്യൻ ആശുപത്രിയും ക്ലിനിക്കുകളും ഒക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പേർ തിങ്ങിപ്പാർക്കുന്നതും ഒപ്പം തന്നെ ജോലിക്കും മറ്റും എത്തിയിട്ടുള്ള ഇടങ്ങൾ കൂടിയാണ് ഈ ബംഗാളും ആസാമും ത്രിപുരയും ഒക്കെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.